ക്ഷേമ പെൻഷൻ വർധനവ് യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷിക്കാമെന്ന് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയായിരിക്കും ബജറ്റ് പ്രഖ്യാപനം നടത്തുക. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ജനങ്ങളുടെ കയ്യടി കിട്ടാനുള്ള പ്രഖ്യാപനങ്ങൾ വി.ഡി. സതീശന്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകുന്ന ബജറ്റ് തന്നെയാണ് ആദ്യത്തേതെന്ന് പറയുന്നു. പെൻഷൻ പ്രായം കൂട്ടണമെന്ന ശുപാർശയുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ സാധ്യത ഇത്തവണ കുറവാണ്. അതേസമയം ക്ഷേമ പെൻഷൻ 100 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചേക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടാനും സാധ്യത കൂടുതലാണ്. മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ തന്നെയായിരിക്കും ബജറ്റ് പ്രഖ്യാപനം നടത്തുന്നത്. അതിനാൽ തന്നെ എല്ലാവരും ആകാംക്ഷയിലാണ്. ബജറ്റിന് മുന്നോടിയായി ധവളപത്രമിറക്കി സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ബജറ്റ് പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. നിലവിൽ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ. 3000 രൂപയാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു യു.ഡി.എഫ് തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത്. എന്നാൽ ക്ഷേമ പെൻഷൻ 100 രൂപയായിരിക്കും ഇത്തവണ വർദ്ധിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. നയപ്രഖ്യാപനത്തിലും ഇത് ആവർത്തിച്ചു പറയുന്നത് നാം കണ്ടതാണ്. മറ്റൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്നത് കൊണ്ടുതന്നെ ഇത്തവണ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന യു.ഡി.എഫ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തും. ഇതിനായി വിവിധ തരത്തിലുള്ള പദ്ധതികളും സർക്കാരിന്റെ ഭാഗത്തുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടികളിൽ 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിമാസ 1000 രൂപ വിതരണം എന്നിവയെല്ലാം ബജറ്റിൽ ഇടം പിടിക്കാനും സാധ്യത കൂടുതലാണ്. കൂടാതെ ജീവനക്കാരുടെ DA കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനൊപ്പം മുൻകൂറായി ഒരു ഗഡുവെങ്കിലും നൽകാനും സാധ്യതയുണ്ട്. എന്നാൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയാലും അത് വേഗത്തിൽ നടപ്പിലാക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. വൻകിട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പൊതുവെ പറയുന്നത്. എന്നാൽ വൈദ്യുതി ഉൽപാദന മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ആദ്യഘട്ട രീതിയിൽ പ്രതീക്ഷിക്കാം. നിലവിലെ സാഹചര്യത്തിൽ പെട്രോൾ സെസ് കുറച്ചേക്കില്ല. അതേസമയം ചെറുകിട ഇടത്തര വ്യവസായങ്ങൾ, IT, വിനോദസഞ്ചാരം, ഷിപ്പിംഗ്, വ്യോമയാനം എന്നിവർക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കാം. ഇതിലൂടെ കേരളത്തിൽ പുതിയൊരു വ്യാവസായിക നയത്തിനുള്ള തുടക്കം കൂടിയായിരിക്കും യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ലക്ഷ്യം വെക്കുന്നത്. വ്യാവസായിക വാണിജ്യ മേഖല അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ബജറ്റിൽ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നു. നിലവിൽ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നതും വ്യാവസായിക മേഖലയിൽ നിക്ഷേപകർ താൽപര്യം പ്രകടിപ്പിക്കാത്തതുമാണ് ഇപ്പോൾ കേരളത്തിലുള്ള പ്രധാന പ്രതിസന്ധിയെ പറയുന്നത്. ഇതെങ്ങനെ മറികടക്കുമെന്നതിനെക്കുറിച്ച് തന്നെയായിരിക്കാം മറ്റു ചർച്ചകളും നടക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിനായി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.